ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർലോട്ട് മാർലോ എഴുതിയിട്ടുള്ള ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന പ്ലേനെ കുറിച്ചിട്ടാണ്. ക്രിസ്റ്റഫർ മാർലോ എന്ന് പറയുന്നത് എലിസബത്തൻ എറയിലെ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റാണ്. അതുപോലെ വില്യം ഷേക്സ്പിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഡോക്ടർ ഫോസ്റ്റസ്, ദ ടംബ്ലറൈൻ ദ ഗ്രേറ്റ്, ദ ജ്യോ ഓഫ് മാൾട്ട, എഡ്വേർഡ് സെക്കൻഡ് ആണ്. ഈ ഒരു പ്ലേ അദ്ദേഹം റിട്ടേൺ ചെയ്തത് 1604 ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡി റൂമിലിരുന്നിട്ട് മിഡീവിയൽ സ്റ്റഡീസിനെ റിജക്റ്റ് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ട്രഡീഷണൽ നോളജിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തോന്നുന്നത് ഹ്യൂമൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ പവർ, വെൽത്ത്, നോളജ് ഗെയിൻ ചെയ്യാൻ, അതുപോലെ നേച്ചറിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിനൊരു മാജിക്കൽ പവർ വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഫോസ്റ്റസിൻ്റെ നോളജിനും അതുപോലെ പവറിനും വേണ്ടിയിട്ടുള്ള ഈ ഒരു അതിയായ ശ്രമം ഒരു നാശത്തിലാണെങ്കിൽ കൂടി മാർലോ അദ്ദേഹത്തിനൊരു പരിശ്രമത്തിനുള്ളൊരു മഹത്വം കൊടുക്കുന്നുണ്ട്. പ്ലേയിലെ മെയിൻ ഇൻസിഡൻ്റ് ആയിട്ടുള്ള ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ മാർക്സും ചാൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മെഫാസ്റ്റോഫിലസ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ഓഫ് പവറിനെ അദ്ദേഹം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോസ്റ്റസ് ഈ ഒരു മെഫാസ്റ്റോഫിലസിനോട് പറയണം അദ്ദേഹം 24 ഇയേഴ്സ് ഈ ഒരു ഫോസ്റ്റസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോസ്റ്റസിൻ്റെ സോള് ലൂസിഫറിന് കൈമാറാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് ഫോസ്റ്റസിൻ്റെ പവർ കീഴടക്കാനുള്ള ഫസ്റ്റ് ശ്രമമാണ്. ഫാസ്റ്റോഫിലിസ് അദ്ദേഹത്തിന് വോൺ ചെയ്യുന്നുണ്ട്, അതായത് 10,000 ഹെൽസുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഫോസ്റ്റസ് ഈ ഒരു കാരണം അറിഞ്ഞിട്ട് കൂടി അദ്ദേഹം മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ ബ്ലൈൻഡ്നെസ് ആൻഡ് പ്രൈഡ്, ഫാറ്റൽ ഫ്ലോസ്, അതുപോലെ ഈ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഡാർക്ക്നെസ്സിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് റിവീൽ ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഹെല്ലിലേക്ക് പോകുന്നതോടനുബന്ധിച്ച് ഒരു ഫിയർ വരുന്നുണ്ട്. ലൂസിഫറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡീലിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഗുഡ് ആൻഡ് ബാഡ് ഏഞ്ചൽസ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ വന്നിട്ട് ആർഗ് ചെയ്യുന്നുണ്ട് ഒരു ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിന്നിട്ട്. പക്ഷേ ഈ ഒരു ബാഡ് ഏഞ്ചൽസ് അദ്ദേഹത്തിന് ഈ ഒരു ഹെല്ലിലോട്ടുള്ള ഫിയർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മെഫാസ്റ്റോഫിലിസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ കോൺവെർസേഷനിലൂടെ ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ ഡാർക്ക് മാജിക് സ്റ്റഡി ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഫോസ്റ്റസിനെ നാച്ചർ ഓഫ് ദ വേൾഡിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആരാണ് ഈ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കി എന്ന കാര്യം അദ്ദേഹം റിവീൽ ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസപ്രകാരം ഈ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തത് ഗോഡാണെങ്കിൽ കൂടി അദ്ദേഹത്തെ നിരസിച്ചുകൊണ്ട് ഉള്ള ഫോസ്റ്റസിൻ്റെ ഈ ഒരു തീരുമാനത്തെ ഇഗ്നോർ ചെയ്തിട്ട് മാർലോവ് റിമൈൻഡ് ചെയ്യുന്നുണ്ട് ഗോഡാണ് ഈ ഒരു ഗ്രേറ്റ്നെസ്സിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നീട് ഫോസ്റ്റസിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നർ അദ്ദേഹത്തിൻ്റെ ബുക്ക് യൂസ് ചെയ്തിട്ട് മാജിക്സും ഡെവിൽ ആക്ടിവിറ്റീസൊക്കെ അദ്ദേഹം പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ജോക്കറായിട്ടുള്ള റോബിനുമായിട്ട് ഒരു കൺവിൻസ് ചെയ്തതിന് ശേഷം ഒരു പരിഹാസ രൂപത്തിൽ ഒരു ഹാസ്യ രൂപത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫോസ്റ്റസിൻ്റെ ക്യാരക്ടർ ക്ലോണായിട്ടുള്ള റോബിനുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഈ ഒരു പ്ലേ മുന്നോട്ട് പോകുന്ന സമയത്ത് ഫോസ്റ്റസിൻ്റെ ക്യാരക്ടർ നമ്മുടെ റോബിൻ്റെ ക്യാരക്ടറുമായിട്ട് സാമ്യത പുലർത്തുന്നുണ്ട്. ഈ ഒരു പ്ലേയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഫോസ്റ്റസിന് അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്, അതായത് ഹെല്ലിലേക്ക് പോകുന്നതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫിയർ തോന്നുന്നുണ്ട്. ഗുഡ് ആൻഡ് ബാഡ് ഏഞ്ചൽസ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ക്ലൈമാക്സിൽ ഫോസ്റ്റസ് ലൂസിഫറിന് അദ്ദേഹത്തിൻ്റെ സോള് കൈമാറുന്നു എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് യൂസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഉടമ്പടിയിൽ സൈൻ ചെയ്യുന്നുണ്ട്. ഫോസ്റ്റസിന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും കൂടുതൽ പവറുകൾ കിട്ടുന്നതിനനുസരിച്ച് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഇതിൽ ലൂസിഫർ ഗോഡിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്റ്റസിന് പവറുകൾ ഗെയിൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ പവേഴ്സ് ഒരുപാട് റൂളേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അതായത്
ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ മാജിക്ക് പല റൂളേഴ്സിലേക്കും ട്രാവൽ ചെയ്തിട്ട് എത്തിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ റോമിലെ പോപ്പിൻ്റെ കോർട്ടിൽ അദ്ദേഹം ഒരു വയാഗം നടത്തുന്നുണ്ട്. അവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു മാജിക്കാണ് അവിടെ നടത്തുന്നത്. അതുപോലെ പോപ്പിൻ്റെ ചെവിയിൽ ബോക്സിങ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് യൂറോപ്പ് ഫുൾ അദ്ദേഹം ഫേമസ് ആവുന്നുണ്ട്. ചാൾസ് V അദ്ദേഹത്തിൻ്റെ ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ നോളജും അതുപോലെ തന്നെ പേഴ്സണൽ പവറിലും അദ്ദേഹം എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ അദ്ദേഹത്തിന് ഹെല്ലിലേക്ക് പോകുന്നതിന് ഒരു ഫിയർ തോന്നുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോസ്റ്റസ് ഹെലൻ ഓഫ് ട്രോയോട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫെയ്ത്തിൽ നിന്ന് ഒന്ന് പിന്മാറാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ബെഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരാറിൽ നിന്ന് ലംഘിക്കാൻ കഴിയുന്നതല്ല. അതോടനുബന്ധിച്ച് മാർലോസ് എൻ്റെ ഫൈനൽ സീനെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സിന്നിൽ നിന്ന് എവേ നിൽക്കാൻ പറ്റുന്നില്ല എന്നതാണ്. ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ മൊമെൻറ്റ്സ് സിന്നുകളിൽ നിന്ന് ഫൊർഗീവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ ഒരു സമയത്ത് മിഡ് നൈറ്റ് ആയ സമയത്ത് ഒരു കൂട്ടം ഡെവിൽസുകൾ വന്നിട്ട് ഫോസ്റ്റസിൻ്റെ സോള് ഹെല്ലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഫ്യൂണറലിന് ശേഷം സ്കോളേഴ്സ് അദ്ദേഹത്തിൻ്റെ ലിംസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് പിന്നീട് ഒരു ഫ്യൂണറൽ ചടങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്.